ഹായ്, എല്ലാ കൂട്ടുകാർക്കും നല്ല നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു അവിയൽ ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ അവിയലിലേക്ക് നമ്മുടെ പടവലങ്ങ, ഇപ്പോഴത്തെ ഓണക്കാലത്തെ അച്ചിങ്ങ, അച്ചിങ്ങ, ചേന, കായ്, ഇതാണ് അവിയൽ. ശരിക്കും ഓണത്തിൻ്റെ അവിയൽ എന്ന് പറഞ്ഞാൽ ചേനയും കായും അച്ചിങ്ങയാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട അവിയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടവലങ്ങ, മുരിങ്ങക്കായ്, അച്ചിങ്ങ, വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ, അങ്ങനെ ഇട്ടിട്ടുള്ള അവിയലാണ് എനിക്കിഷ്ടം. ഓണത്തിന് ചേനയും കായും അവിയലാണ് ശരിക്കും ഓണക്കാലത്ത്. കാരണം അതിൻ്റെ സീസണാണിത്. അപ്പോഴാണ് ചേനയൊക്കെ പറിക്കുക. അതുകൊണ്ടാണ് കേട്ടോ. ഓരോ സീസണിലും ഓരോ സാധനങ്ങളുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് അവിയൽ വയ്ക്കുമ്പോൾ അതിൻ്റെ അവിയലായി മാറും. അവിയൽ എല്ലാ അവിയലും തന്നെ ഇഷ്ടമാണ്. എന്നാലും ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു രസമൊന്നുമില്ലാതെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ അവിയലിൽ പടവലങ്ങയുണ്ട്, മാങ്ങയില്ല. പുളിക്ക് ശരിക്കും മാങ്ങ ഇരിപ്പുണ്ട് കേട്ടോ. ഒന്ന് ശരിയാ, ഒരു മാങ്ങ ഇരിപ്പുണ്ട്. അതിന് എന്താണ് ചനച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിയലിടാം. മധുരം വെച്ചിട്ടില്ലെങ്കിൽ പൊടി തന്നെ ചേർക്കണം. പിന്നെ എന്താണ് അച്ചിങ്ങയുണ്ട്, പടവലങ്ങയുണ്ട്, വെള്ളരിക്കയുണ്ട്, മുരിങ്ങക്കായുണ്ട്. ഇപ്പോൾ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ യോജിപ്പായി. പിന്നെ ചോറ് വാർക്കണം. രാവിലെ പുട്ടും പപ്പടവും പഴവും ആയിരുന്നു. വെള്ളയപ്പമാവ് ഇരിപ്പുണ്ട്, പക്ഷേ പുട്ടാക്കാൻ വെച്ചു. നല്ല പുട്ടാക്കി. പിന്നെ വൈകുന്നേരം ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമുണ്ട്. അതിനിടയ്ക്ക് രാമായണം വായിച്ചു തീർക്കണം. രാമായണം കുറച്ച് വായിച്ചു, ഒന്നായില്ല. അപ്പോഴേക്കും കാത്തു വന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ വെച്ച് നിർത്തി. ഇനിയിപ്പോൾ പറ്റിയ വൈകുന്നേരം വായിച്ച് തീർക്കണം. കാരണം വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും 9 മണിയെങ്കിലും 9 മണി, ഇങ്ങനെ 9 മണി കഴിയും. അവിടെ ഒരു 4 മണിക്കൂർ കണക്കാക്കണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതാണ് അത്രയും തിരക്കാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, കയറണം പറഞ്ഞുകൊണ്ട്. അത് ഇതാണ്, റുമാറ്റോളജിസ്റ്റാണ്. വാദസംബന്ധമായ അസുഖം, മറ്റസുഖങ്ങൾ പലതും ഉണ്ടല്ലോ. അതിനൊക്കെ അവിടെ ട്രീറ്റ്മെൻറ്റ്, ഒന്നാന്തരം ട്രീറ്റ്മെൻറ്റാണ്. നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ വൈകിപ്പോയ അസുഖങ്ങൾ, ഒരുപാട് പഴക്കം ചെന്നതൊക്കെ ആണെങ്കിൽ ഇന്ന് കഴിച്ച് നാളേക്ക് റിസൾട്ട് കിട്ടണമെന്ന് വെച്ചാൽ നടക്കില്ലല്ലോ. അല്ലാതെ ഉള്ളതൊക്കെയാണ് അധികമായിട്ടുള്ള തുടങ്ങിയിട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 1 മാസം കൊണ്ടൊക്കെ തന്നെ നമുക്ക് നല്ല അറിയാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ്, പിന്നെന്താ ഇനിയും വെള്ളരിക്ക അച്ചിങ്ങയും കൂടെ അരിയണം. അവിയൽ ഇവിടുത്തെ അവിയൽ വറ്റിയിരിക്കും കേട്ടോ, വെള്ളം പോലെ ഇരിക്കില്ല. നല്ല വറ്റി വരേണ്ട അവിയലായിരിക്കും. സദ്യക്കൊക്കെ കിട്ടില്ലേ, ഇവിടങ്ങളിൽ സദ്യക്ക് കിട്ടുന്ന അവിയൽ, അതായത് എറണാകുളത്തൊക്കെ. എറണാകുളം, തൃശ്ശൂർ, അവിടെയൊക്കെ ഇതേപോലത്തെ ഏകദേശം ഒരേപോലത്തെ അവിയലാണ് എനിക്ക് തോന്നുന്നത്. കോഴിക്കോട്, തലശ്ശേരി, അങ്ങോട്ട് കണ്ണൂർ, അങ്ങോട്ടേക്കൊക്കെ പോയാലാണ് അവിയൽ വെള്ളം പോലെ ഇരിക്കും. അതൊരു സുഖമല്ല. അവിടുത്തെ ഇവിടുത്തെ അവിയൽ ഇഷ്ടമാണ്. ഇങ്ങനെ ഇരിക്കുന്ന അവിയലെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ വരുമ്പോൾ ഞാൻ അവിയൽ വെച്ച് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പക്ഷെ അവരെത്ര വെച്ചാലും ശരിയാവില്ല എന്നാണ് പറയുന്നത്. അതെന്താ കാരണം എന്നറിയോ? വെള്ളം മുഴുവൻ വറ്റാണ്ട് തേങ്ങയൊക്കെ ചേർക്കും. അങ്ങനെ വരുമ്പോഴേ നമുക്ക് വെള്ളം വെയിലായി മാറുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മോരൊഴിച്ചേ അവിയൽ വയ്ക്കും എന്ന് പറയും. മോരൊഴിച്ചും അവിയൽ വയ്ക്കാം, പക്ഷേ മോരൊഴിച്ച് അവിയൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം അവിയലിൻ്റെ ടേസ്റ്റൊക്കെ പോകും. എന്താണോ, പുളി കൂടും. മോരെന്ന് പറഞ്ഞ സാധനം ഇരിക്കുന്തോറും പുളിയല്ലേ. അപ്പോൾ പുളി വരുന്തോറും അവിയലിൻ്റെ ടേസ്റ്റ് പോയി പോകും. അത് മാത്രമല്ല വെള്ളം പോലെ ആവുകയും ചെയ്യും അവിയൽ. പിന്നെ വേറെ ഒന്നും പുളിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മോര് ചേർക്കാനേ നമ്മൾ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളിവിടെ മോര് ചേർത്ത് അവിയൽ വയ്ക്കില്ല, അപൂർവമാണ്. വയ്ക്കില്ല. വേറെ ഒന്നും പുളിക്ക് പറ്റിയതില്ല എന്ന് തോന്നിയാൽ മാത്രം. മാങ്ങയില്ല, പുളിയില്ല, അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നാൽ മോരുണ്ടെങ്കിൽ മോരൊഴിച്ച് വയ്ക്കുക. അപ്പോഴും നല്ല കട്ട തൈര് ഉടച്ചെടുത്തിട്ട് ചേർക്കുക. പിന്നെ വെള്ളം നല്ലപോലെ വറ്റിയ ശേഷമേ ചേർക്കുള്ളൂ. അത് മോരൊഴിച്ചിട്ട് തിളപ്പിക്കില്ല. പിന്നെന്താ
ആ പാകത്തിലുള്ള മോരൊഴിച്ച് നല്ലപോലെ വറ്റിച്ചിട്ടൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം പോലെയൊന്നും വരില്ല. എന്നാലും നമ്മുടെ ഈ അവിയൽ പോലെ ആവില്ല കേട്ടോ. അതിനൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. അപ്പം നമ്മുടെ അവിയൽ വയ്ക്കൽ അങ്ങനെയാണ്. എങ്ങനെയുണ്ട് മഴയൊക്കെ എല്ലാവർക്കും? നല്ല മഴ അല്ലേ? ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞത് കർക്കിടകവാവാണ് ബുധനാഴ്ച, അതുവരെ മഴ ഉണ്ടാവുമെന്നൊക്കെ പറയണേ. ഇന്നിപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയ ന്യൂസാണ്, അതുവരെ മഴ പെയ്യും. ഇന്നലെയൊക്കെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ വെളുപ്പാങ്കാലം ആയപ്പോഴാണ് അത്രേ കാത്തൂനൊക്കെ മെസ്സേജ് വന്നത് എറണാകുളത്ത് സ്കൂളില്ലാന്ന്. ഇന്ന് രാവിലെ പേപ്പറിലും ഇല്ല. പേപ്പറിലുള്ളതിൽ വേറെ എവിടെയൊക്കെയോ അവധി കൊടുത്തിട്ടുണ്ട്, എറണാകുളം പെട്ടിട്ടില്ല. അതായത് വെളുപ്പിന് 4 മണിക്കാണ് തീരുമാനിച്ചത് എറണാകുളത്തിന് അവധി. അതുകൊണ്ട് പേപ്പറിൽ ഇടാൻ പറ്റില്ലല്ലോ, അപ്പോൾ പേപ്പറിൽ വരാനില്ല. പിന്നെന്താ, ഈ ചോറ് വറുത്ത് വെക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ചോറിങ്ങനെ വറുത്തിടില്ലേ ഇതിനെ, അത് പടിഞ്ഞാട്ട് തിരിച്ചു വെക്കുന്നതല്ലേ. അതിൻ്റെ കുറച്ച് അച്ഛൻ്റെ അനിയൻ പറഞ്ഞു തന്നാണല്ലോ. ഞാൻ എനിക്ക് വാർക്കണ കണ്ടപ്പോൾ മോളെ പടിഞ്ഞാട്ട് തിരിച്ചു വെക്കുന്നു. എന്താണെന്ന് അറിയില്ല എൻ്റെ ശാസ്ത്രം. പടിഞ്ഞാറ് കടലാണ്, ഇവിടെ നമുക്ക് അറബിക്കടലാണല്ലോ പടിഞ്ഞാറ്. എന്താ ഉദ്ദേശം അതിൻ്റെ എന്നറിയില്ല. അതിന് കൊച്ചച്ഛനൊക്കെ പറഞ്ഞിട്ട് ഞാൻ പടിഞ്ഞാട്ട് വാർക്കുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് സൈഡ് വെച്ചല്ലേ വാർക്കാൻ പറ്റുള്ളൂ നമുക്ക്. എന്നാലും അത് കഴിയുമ്പോൾ പടിഞ്ഞാട്ട് തിരിച്ചു വയ്ക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണുണ്ടോ? ആരും കമൻറ്റ് ഇടുന്നില്ല, ലൈക്ക് ഇടുന്നില്ല, ഒന്നുമില്ല. അത് കാരണം എനിക്കറിയില്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ കാണാത്തത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണേ. ഇങ്ങനെയൊന്നും വീഡിയോ ഉണ്ടെന്ന് പറയണം. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് അതും അഭിപ്രായം അറിയിക്കണം. ഇപ്പോൾ സജഷനിൽ പോകുന്നില്ലെന്നുണ്ട് വീഡിയോ. അതുകൊണ്ട് യൂട്യൂബ് തന്നെ തീരുമാനിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണല്ലോ. ചിലർക്ക് കൊണ്ടുപോകും, ചിലർക്ക് കൊണ്ടുപോകില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എന്താ അതിൻ്റെ ഉദ്ദേശം? നമ്മുടെ യൂട്യൂബിൻ്റെ എന്താണ് പരിപാടി നമുക്കറിയില്ല. പലരും പറയാറുണ്ട് ഇപ്പോൾ വീഡിയോ ഇടാറില്ലേ, കാണാനില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പൈസ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കില്ല നമ്മളോട്. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഇടാറുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തു. ഈ വന്നിട്ട് എനിക്ക് വന്നില്ലല്ലോ എന്ന് പറയും. സ്ഥിരമായിട്ട് ഇനി വീഡിയോ കണ്ടുകൊണ്ടിരുന്നാലേ വരുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തവർ തന്നെയാണ് എന്നോട് ചോദിക്കുന്നത്. എന്നാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാര്യമില്ല. കുറച്ചാൾ കാണാണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നണേ വീണ്ടും നമ്മൾ സെർച്ച് ചെയ്ത് കാണേണ്ടി വരുന്നു. കാണാൻ തുടങ്ങിയ പിന്നെ നമുക്ക് അങ്ങോട്ട് വന്നു തുടങ്ങും. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഇത്രയും കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ഇറങ്ങണം, വെള്ളരിക്കയും കൂടെ അരിയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിയൽ വയ്ക്കാൻ നേരത്ത് കാണാം അല്ലേ. വെറുതെ ഇങ്ങനെ കുറേ ചെറ പറഞ്ഞിരുന്ന് കൂട്ടിക്കൊണ്ടേ പോയിട്ട് എന്തിനാ? അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, വർത്താനം നമുക്ക് ഇഷ്ടം പോലെ പറയാം. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ലൈവ് ഇടണമെന്നൊക്കെ വിചാരിക്കും, പിന്നെ ഇതിനൊക്കെ ടൈം കിട്ടില്ല ഒന്നാമത്. പിന്നെ രാത്രി ഇടണം. അപ്പോൾ അതേ നമ്മുടെ അവിയലിൻ്റെ കഷ്ണമൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചീനച്ചട്ടിയിലേക്ക് മാറ്റി അതിലേക്കുള്ള കൂട്ടൊക്കെ ചേർക്കാം. പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിലേക്ക് എന്തൊക്കെ ഇറങ്ങിനേക്ക് അത് കൊടുക്കാം. ശരിക്കുള്ള ഒറിജിനൽ തിരുവിതാംകൂർ സദ്യ അവിയൽ ഇതേപോലെ തന്നെ വയ്ക്കാം. കഷ്ണങ്ങൾ ഓരോ സീസൺ അനുസരിച്ചിട്ട് മാറും. പിന്നെ ഇപ്പം നമ്മൾ ഇന്നിൽപ്പെട്ട കഷ്ണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ വെള്ളം ഒഴിക്കാണ്ട് നമുക്ക് അവിയൽ വയ്ക്കാം കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. എന്നിട്ട് ഒരു വാഴയില ഇട്ടിട്ട് അടച്ചു വയ്ക്കും വേവിക്കാനായിട്ട്. അപ്പം അതിൻ്റെ ആവി കൊണ്ടിട്ട് ഈ കഷ്ണങ്ങൾക്ക് വെള്ളം ഉണ്ടല്ലോ, കഷ്ണങ്ങളിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി അതിരുന്ന് വേവും. നല്ല ടേസ്റ്റാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പം മഴയത്ത് വാഴയില എടുക്കാൻ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണില്ലെങ്കിൽ നമുക്കിതിപ്പോൾ ഈ അവിയൽ അങ്ങനെ വയ്ക്കാം.
നോക്കട്ടെ വാഴയില കിട്ടുമോന്ന്. കിട്ടുമെങ്കിൽ ഈ അടപ്പിനെ മാറ്റി വയ്ക്കാം. എന്തായാലും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിപ്പോൾ നമ്മൾ പാത്രം അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് വാഴയിലിട്ട് അടയ്ക്കുന്നത്. ഒരു വാഴയിലയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുമല്ലോ. നമ്മൾ കഴുകി ഇടുമ്പോൾ ഒരു തുള്ളി വെള്ളം അങ്ങനെ അതിൽ വീണിട്ടുണ്ടെങ്കിൽ കൈ അത്രേ ഉള്ളൂ. നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ തീ കൂട്ടിയിടരുത് കേട്ടോ. ഞാൻ പോയി ഇല കിട്ടുമെന്ന് നോക്കട്ടെ. നമുക്ക് എന്തായാലും യോഗമുണ്ട്. വാഴയില കിട്ടി. ട്യൂഷനില എടുക്കാനായിട്ട് വെള്ളക്കെട്ടിലാണ് വാഴയൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ കരപ്പിൽ നിന്നിട്ട് കിട്ടുന്ന വാഴയില അവിടെ ഒപ്പിച്ചു. ട്യൂഷനില അല്ലെങ്കിൽ ഇത് വേറെ എന്തിൻ്റെ ഇല വീണ് ഉണങ്ങിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതുകൊണ്ട് അടച്ചിട്ട് അവിയലുണ്ടാക്കാം. അപ്പോൾ ഇത് ഇത്തിരി മൂത്ത വാഴയിലാണ്, എന്നാലും കുഴപ്പമില്ല. വാഴയൊക്കെ വീണ് പോകും, മണ്ണില്ലാണ്ടും പിന്നെ വെള്ളം കെട്ടിയിട്ടും ഒക്കെ പോവുക. ഇഷ്ടംപോലെ വാഴ ഉണ്ടായിരുന്നതാണ് നമുക്ക്. ഇനി നമ്മുടെ ഈ അടപ്പിൻ്റെ ആവശ്യമില്ല, ശരിക്കും അത് മാറ്റാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ആരൊക്കെയോ വെളുത്തുള്ളി ഇടുന്ന കണ്ടു കേട്ടോ. വെളുത്തുള്ളി ഇടല്ലേ അവിയലിൻ്റെ ടേസ്റ്റേ പോയി പോകും. യഥാർത്ഥ അവിയലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് വേണ്ടത് പച്ചമുളകും കരിവേപ്പിലയും പിന്നെ കരിവേപ്പില വേണ്ട. പച്ചമുളക് നമ്മൾ മുളക് പൊടി ഇടുന്നതിൻ്റെ അനുസരിച്ചിട്ട് കേട്ടോ. കുഞ്ഞു ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം അത് വേണം. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി. ഞാനൊരു 2 പച്ചമുളക് ഇടുന്നുണ്ട്. ഒരു പച്ചമുളക് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഒരു പച്ചമുളക് കൂടെ ഇടണം. ഈ അവിയലിൻ്റെ ഒന്നും ആർക്കും അറിയേണ്ടി വരില്ല അല്ലേ. എന്നാലും ഓണം വരുമല്ലേ, അപ്പം അറിഞ്ഞിരുന്നാൽ നല്ലതല്ലേ ഉണ്ടാക്കാൻ. ഏത് കഷ്ണമാണെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കാം. പക്ഷേ ചേനയും കാര്യമാണെങ്കിൽ വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ എത്ര കനം കുറച്ച് എരിഞ്ഞാലും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുന്നത്. വെള്ളമയമുള്ള കഷ്ണങ്ങൾ, വെള്ളരിക്ക, കുമ്പളങ്ങ, പടവലങ്ങ, അച്ചിങ്ങ, മുരിങ്ങക്കായ് ഇതെല്ലാം കൂടി ഇട്ടിട്ട്, മുരിങ്ങക്കായിൽ വെള്ളം ഉണ്ടോയെന്ന് ചോദിക്കും, പക്ഷേ അത് വെന്തോളും ആ കൂട്ടത്തിൽ കിടന്നു. ചക്കക്കുരു നേരിയതായിട്ട് വേവിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ തന്നെ വേറെ വേവിച്ചിട്ടേ. ചക്കക്കുരു ഇപ്പം പോലെ വെള്ളം ഇല്ലാണ്ട് വെന്തിട്ട് ഇത്തിരി പണിയാണ്. നല്ല ഫ്രഷ് ചക്കക്കുരുവൊക്കെ ആണെങ്കിൽ എന്നാലും വേറെ വേവിച്ചിടുക നല്ലത്. അപ്പോൾ പാർക്ക് ചെയ്തൊന്നും എത്ര പറഞ്ഞാലും കേൾക്കില്ല. അവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വണ്ടി കയറ്റാൻ വരുമ്പോൾ ആ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് കയറ്റി കൊടുക്കാം നമുക്ക്. പക്ഷേ അവിടെ വണ്ടി പാർക്ക് ചെയ്താൽ പിന്നെ നമ്മളവിടെ ഒതുക്കി നിർത്തും. അപ്പോൾ അവൻ മറ്റേ കാത്തുൻ്റെ അച്ഛനുണ്ടല്ലോ, അവൻ വന്നിട്ട് വണ്ടി ഇട്ടിട്ട് നടുറോഡിലിട്ടുണ്ട് വന്നു. എന്നിട്ട് ഓടിച്ചെന്ന് കയറ്റി ഉറക്കുന്നു. ഞാൻ നോക്കുന്നു എന്താ ഉച്ചയായിപ്പിന്നെ ഹോണടിനായിട്ട് നോക്കാൻ പോയതാ. വേറെ ഒന്നുമില്ല, പുറകിൽ കിടന്നമാർ ഹോണടിക്കണതാ. ഒന്ന് ആ വണ്ടി നിർത്തി കയറ്റി കൊടുക്കാൻ പോയത്. അപ്പോഴാണെങ്കിൽ ഹോണടിച്ചു എന്നൊക്കെ ഇരിക്കും ചിലപ്പോൾ. പക്ഷേ 1 മിനിറ്റ് ക്ഷമിക്കൂലേ, ഒന്ന് വണ്ടി നിർത്തിയേ ഉള്ളൂ, അപ്പോഴേക്കും ഹോണടിക്കാൻ തുടങ്ങുക. എന്തിനാ നിർത്തിയെന്നൊന്ന് ചിന്തിക്കാനുള്ള സമയം പോലും എടുക്കണില്ല. അതവിടെ നടന്നു. പിന്നെ നമ്മുടെ ഒരു പച്ചമുളകും കൂടെ ഇടണമല്ലേ, അത് എടുക്കാൻ പറ്റുമോ? ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ അരയ്ക്കാം. ഈ പാകത്തിന് കേട്ടോ തേങ്ങ അരച്ചെടുത്തിരിക്കുന്നത്. അവിയലിൻ്റെ പാകത്തിന് എന്ന് പറയാറില്ലേ, അത് ഇതാണ്. പിന്നെ നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് അതിൽ നിന്ന് വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ ഇത് വെന്തോളൂ. ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. ഇടയ്ക്ക് ഈ പയ്യെ ഒന്ന് കുറച്ചേക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ലല്ലോ വേവിക്കണേ. അപ്പം ഹൈ ഫ്ലെയിമിൽ കിടന്ന് എന്നിട്ട് വേവുകയും ഇല്ല, വെള്ളം വറ്റുകയും ചെയ്യും. ഇനി നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കാം. വേവ് വരുമ്പോഴേക്ക് അലാറം അടിക്കുന്നുണ്ട്. എൻ്റെ അലാറം അടിക്കണേ, 1 മണി മരുന്ന് കഴിക്കാനായി.
പിന്നെ നമുക്കിവിടെ കൃത്യം 1 മണിക്ക് ഉണ്ണണമെന്നുള്ളവരാരും ഇല്ലാത്തതുകൊണ്ട് സമാധാനം കേട്ടോ. അല്ലെങ്കിൽ രാവിലെ തന്നെ ആക്കണം. ഇന്നിപ്പോൾ കാത്തു വന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പം ഇനി നമ്മുടെ അവിയലൊക്കെ വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിയൽ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതാ നമ്മുടെ അവിയലൊക്കെ ഉണ്ടോ, നല്ലപോലെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ കഷ്ണത്തിൻ്റെ വെള്ളം നമ്മൾ കഴുകി എടുത്ത കഷ്ണമാണ് ഇട്ടിരിക്കുന്നത്. ആ കഷ്ണത്തിൽ വല്ല ഒരു തുള്ളി വെള്ളം അങ്ങനെ വീണിട്ടുണ്ടെങ്കിലായി, അത്രേ ഉള്ളൂ. ഒരു തുള്ളി വെള്ളം പോലും ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ അവിയൽ വെന്ത് വന്നു. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് അരപ്പും ചേർത്ത് കാണാം. ഇത് ശരിക്കും ആ വെളിച്ചെണ്ണയൊക്കെ തന്നെയാണ് ഈ തിളപ്പിനെ ഇറങ്ങിയിട്ട്. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, വെള്ളം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇച്ചിരി തീ കൂട്ടി വെച്ചു, വെള്ളമാണെങ്കിൽ വെച്ചിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പം നമുക്കിനി പുളി ഒഴിക്കാം. പുളി ഒഴിച്ചാൽ അധികം തിളയ്ക്കണ്ട കേട്ടോ, വേഗം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വെളുത്തുള്ളിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ പാവയ്ക്ക. പാവയ്ക്ക അതിലിട്ട് വയ്ക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ നല്ല ടേസ്റ്റായിട്ട് സദ്യ രുചിയിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പാവയ്ക്ക എടുത്തത്. അത് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മുടെ അവിയൽ കണ്ടോ. ഇനിയിപ്പോൾ നല്ല വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളങ്ങി നിൽപ്പുണ്ട്. പൊങ്ങിയില്ലേ, നമ്മുടെ മീൻകറിയുടെ പോലെ വെളിച്ചെണ്ണ തെളിഞ്ഞു വരുമൊന്നുമില്ല, പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചേക്കണതെന്ന് നമുക്ക് അവിയൽ കണ്ടാൽ അറിയാം. ആ മുരിങ്ങക്കായനൊക്കെ ഒരു തിളക്കം കണ്ട. വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കാരണം പച്ച വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. കരിവേപ്പില ഇട്ടു. ഇനി വേറൊന്നുമില്ല, നമ്മുടെ അവിയൽ റെഡി. അപ്പോൾ നമ്മുടെ അവിയൽ എല്ലാവരും കണ്ടില്ലേ, വെള്ളം ഒഴിക്കാത്ത അവിയൽ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ. നമുക്ക് ഓണത്തിന് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.